കാര്യസ്ഥതയിൽ ഇവിടെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഫോട്ടോഗ്രാഫി പ്രദർശനം ഇന്ന് ലോകത്തിൻ്റെ മാധ്യമ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ആർട്ട് ഗാലറിയുടെ പ്രത്യേകത ഇതിനകത്ത് ചരിത്രവും വിശുദ്ധിയും ദൈവശാസ്ത്രവും അനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അത് ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ ഒരു കാര്യത്തെക്കുറിച്ചല്ല, ഒരു വിശുദ്ധയുടെ അൽഫോൻസാമയുടെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അത് വെറും പടമാണെങ്കിലും ഈ പത്രങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളുടെ ഫോട്ടോ ആണെങ്കിലും എപ്പോഴും പറയുന്നത് ലോകത്തിലെ ഏത് മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയാണ് ഫോട്ടോഗ്രാഫി. കാണാൻ സാധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അക്ഷരങ്ങൾ അറിയത്തില്ലാത്തവർക്ക്, വായിക്കാൻ പറ്റാത്തവർക്ക്, മറ്റേത് ദുരവസ്ഥയിൽ ജീവിക്കുന്നവർക്കും ഈ ഭാഷ, ഫോട്ടോയുടെ ഭാഷ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതുപോലെ ലോകവ്യാപകമായ രീതിയിൽ ഫോട്ടോയ്ക്ക് വലിയ പ്രസക്തി കിട്ടിയത്. ഫോട്ടോ എടുക്കുന്ന ആളുകളെ കുറിച്ചും പറയുന്നതാണ്, കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ കണ്ണുകൊണ്ട് ശ്രദ്ധിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്. കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, കണ്ണുകൊണ്ട് ശ്രവിക്കുന്നവരാണ് ഫോട്ടോഗ്രാഫേഴ്സ്. അത് ആ ഒരു ലിസണിങ് പവർ കൂടിയാണ് നമ്മൾ ഈ പത്രങ്ങളിലും ഈ പ്രിന്റ് അക്ഷരങ്ങളിലും കടകളിലും ഒക്കെ കാണുന്നത്. അതിൻ്റെ മൂലാർത്ഥം പറയുന്നത് പോലെ ഫോത്തോസ് ഗ്രാഫൈൻ, ഫോത്തോസ് പ്രകാശമാണ്, ഗ്രാഫൈൻ വരയ്ക്കുകയാണ്, പ്രകാശം കൊണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഈ ഫോട്ടോ അത് അക്ഷരമായിട്ടാണെങ്കിലും പടമായിട്ടാണെങ്കിലും പ്രകാശത്തെ നമ്മൾ ക്യാമറയിൽ എടുത്തിട്ട് അതും ഏതൊരു ജീവിതത്തിൻ്റെ നെഗറ്റീവ്സിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം കൂടിയാണ് ഫോട്ടോ. അതിന് വലിയ ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥവുമുണ്ട്. ഈ ക്രൈസ്തവ കല വളർന്നത് തന്നെ ഇതുപോലുള്ള ഫോട്ടോഗ്രാഫി കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ കലാകാരന്മാർ വന്നത്, ഏറ്റവും കൂടുതൽ കലാരൂപങ്ങൾ വന്നത് ബൈബിളിൻ്റേതാണ്, ക്രിസ്ത്യാനിറ്റിയുടേതാണ്, വിശുദ്ധന്മാരുടേതാണ്, രക്തസാക്ഷികളുടേതാണ്. ഈ കല തന്നെ വികസിപ്പിച്ചതിൽ ക്രിസ്ത്യാനിറ്റിക്ക് വലിയൊരു പങ്കുണ്ട്. അതിലേറ്റവും പ്രസക്തമായ ഒരു റോളുള്ളതാണ് വിശുദ്ധർ. കാരണം വിശുദ്ധരുടെ ചിത്രങ്ങളും അവരുടെ മറ്റു തരത്തിലുള്ള ഈ പ്രിന്റ് മീഡിയയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്, അതിനകത്തൊരു ആത്മീയതയുണ്ട്. നമ്മൾ പുരുഷന്റെ പടി നടത്തുമ്പോൾ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടച്ചു, അപ്പോൾ ഈശോയുടെ മുഖത്തിൻ്റെ ഛായ, ആ തുടച്ച വ്യക്തിയുടെ പേരാണ് വേറെ ഇക്കോണ, ദ ട്രൂ ഐക്കൺ. അതൊരു സ്ത്രീയുടെ പേര് എന്നതിനേക്കാൾ ആ കിട്ടിയ യാഥാർത്ഥ്യത്തിൻ്റെ പേരാണ്. വെറോനിക്ക എന്ന സ്ത്രീ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയുന്നുണ്ടെങ്കിലും ആ പേരിൻ്റെ അർത്ഥം വേറെ ഇക്കോണ, ദ ട്രൂ ഐക്കൺ. അൽഫോൻസാമയുടെ ഒരു ട്രൂ പിക്ചറാണിത്. ഇത് പറഞ്ഞതുപോലെയാണ് ഈശോയുടെ ഒരു ട്രൂ ഐക്കൺ ഒപ്പിയെടുത്ത ഒരു കലാരൂപം കൂടിയാണ്. അതല്ലാതെ ഒരു സ്ത്രീ ഈശോയുടെ വേർപ്പ് കുറച്ച് മാറ്റി എന്നുള്ളതല്ല, നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒപ്പിയെടുക്കുന്ന ആ യാഥാർത്ഥ്യങ്ങൾ. പടം അതാണല്ലോ, ഐക്കൺ അതാണ്. ആ തരത്തിൽ അതിന് ഫോട്ടോഗ്രാഫിക്കും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വലിയ ക്രിസ്തീയ ആത്മീയതയോട് ബന്ധപ്പെട്ട, സുവിശേഷത്തോട് ബന്ധപ്പെട്ട ഒരു ആത്മീയ മൂല്യങ്ങൾ കൂടിയുണ്ട്. അതിന് സഭയ്ക്ക് അതിനെ വളർത്താൻ പറ്റി. നമ്മുടെ ഈ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് മറ്റു കാര്യങ്ങളും അറിയാം. മനോരമ വളരെയേറെ മുൻപിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മലയാളം മനോരമ പത്രത്തിൻ്റെ കാര്യത്തിലും അനുബന്ധ പ്രസിദ്ധീകരണങ്ങളുമൊക്കെ നല്ല ഭാഷയിൽ ആനുകാലിക വിഷയങ്ങൾ കാലോചിതമായ രീതിയിൽ വിമർശനപരമായിട്ട് എല്ലാ സമൂഹങ്ങൾക്കും ആവേശം പകരത്തക്ക രീതിയിൽ ശുദ്ധമായ മലയാളത്തിൽ ഒക്കെ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നു വീഴുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രിന്റ് മീഡിയ കൂടിയാണ് മനോരമ. അൽഫോൻസാമയുടെ കാര്യത്തിൽ ആദ്യം മുതൽ മനോരമയുടെ ഉടമസ്ഥരായിട്ടുള്ള പൂർവ്വപിതാക്കന്മാരൊക്കെ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും അതിൽ പലരുമായിട്ട് ഈ 8-10 കൊല്ലത്തിനുള്ളിൽ കണ്ടുമുട്ടാനായിട്ട് എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട്. പ്രത്യേക നന്ദിയുണ്ട്. ബഹുമാനപ്പെട്ട സാറ് ഈ അടുത്ത നാളിൽ നമ്മുടെ മേരി വെനീഞ്ഞ അവാർഡ് മേടിച്ച വ്യക്തിയാണ്. അന്ന് മാണി സാറും എല്ലാവരും കൂടി വിപുലമായ ഒരു മീറ്റിംഗ് നടത്തി സാറിനെ അനുമോദിച്ചിരുന്നു. അതുപോലെ ഇതിനോട് ബന്ധപ്പെട്ട നമ്മുടെ രൂപതയിലും മനോരമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാമുണ്ട്. ഇത് വലിയൊരു സുവിശേഷവൽക്കരണ യജ്ഞമാണ് ഇതിൽ നടത്തിയത്. പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇതിലൂടെ വരുന്ന വിശ്വാസികൾക്ക് വലിയൊരു ആത്മീയ ഉണർവിനുകൂടെ കാരണമാകുന്ന ഉറപ്പുണ്ട്. ഇതിനിവിടെ അവസരം കൊടുത്ത
റെക്കസിനെയും പരിപാലപ്പെട്ട വിചാരിച്ചതിനെയും എല്ലാം ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. അൽഫോൻസാമ്മയുടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.